ഗണേഷ് കുമാറാ? ഗണേഷ് കുമാർ എന്തിനാണ് ഇത് കാണിക്കുന്നത്? അതല്ല ഉദ്ദേശം, ഞാൻ മാറി. ഇവൻ ഏത് മന്ത്രിസഭയിലൊക്കെ ഇരുന്നിട്ടുണ്ടോ അവിടെ എല്ലാം പ്രശ്നങ്ങളാണ്. എന്റെ അമ്മയെ നാട്ടിച്ച്. ഈ നമ്മളെ കേരളം കണ്ടതിൽ ഏറ്റവും വലിയ പരമചെറ്റ കാലുകളിയാണ് ഇവൻ. അവന്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ അവന്റെ വീട്ടിൽ നിന്നാണ് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ 50 ബസ്, അവിടെ 100 ബസ്, ഇവിടെ 25 ബസ്. 100% ഞാൻ യോജിക്കുന്നു. ജോലി എന്ത് റിവാർട്ടിച്ചിട്ട് ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇവന്റെ പേരിലൊന്നും കേസെടുക്കാനൊന്നും പറ്റില്ല. പിന്നെ മാങ്കോട്ടോ പറയക്കോട്ടോ യാതൊരു കാര്യമുണ്ടല്ലേ? ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അവന്റെ വന്നപ്പോ കുറെ പൂച്ചകളും കൂടെ വന്നു നടന്ന് അവിടെ കിടന്ന് സെക്രട്ടറി കിടന്ന് ബഹളവും മറ്റതും മറിച്ചതും. ഇവന്റെ പേരിലൊരു സംഭവം അവന്റെ ഭാര്യ എന്നെ പറഞ്ഞൊക്കെയാണ് ക്ലിയർ ആയിട്ട് ചാനലിൽ. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നമ്മള് പോലെ പെമ്പിളരെ ഇങ്ങനെ നോക്കിയാലേ മൂഞ്ചി കണ്ണിനെ കുത്തി പൊട്ടിച്ചളയും. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. അല്ലാതെ 500 കാമുകിമാർ എനിക്കുണ്ട്. അവനെ മറ്റേത് എടോ, താൻ എന്നെ കുത്തുവാള എടുപ്പിക്കാൻ വന്നാണോ? സ്വന്തം സഹോദരിമാർക്ക് വേണ്ട, തന്തയ്ക്ക് വേണ്ട, ആർക്കും വേണ്ടാത്ത ഒരു നവരസ ഓളിയാണ് ഈ മൈനെ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? നമ്മളേറ്റവും വലിയ ആണെന്നുണ്ടെങ്കിൽ എപ്പോഴേ എടുത്തോണ്ട് പോയാനെ. അവൻ വലിയ മറ്റേ ആഢ്യ കുടുംബത്തിൽ പിറന്ന. ഇപ്പോഴും അവന്റെ അമ്മയെ കൊണ്ടുപോയത് മാർത്താണ്ഡ വർമ്മയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത് നമുക്ക് എന്തിനു പറയാ കൂടെ. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു 8-8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളും. ഞാൻ പോകുന്നു. ബൈ ബൈ. കുമ്പടി വന്നു.